വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി, 20ാം നൂറ്റാണ്ടിലെ ലോകം അല്ലെങ്കിൽ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ചാപ്റ്ററാണിത്. SSLCയുടെ ഹിസ്റ്ററിയിലത്തെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. സോ നമുക്ക് ഇതിലത്തെ കണ്ടന്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒരുപാട് വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ടൈമാണെന്ന് തോന്നുന്നു നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അതിൽ കൂടുതലായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് യുദ്ധവും വിമാനവും പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ പലായനം ചെയ്യുന്നത് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു പ്രാവുണ്ട്, ഒരു വെള്ളപ്രാവുണ്ട് സമാധാനത്തിൻ്റെ. UN ഒരു എംബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് ചാപ്റ്റർ നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. And okay, so let's go to the video. World in the 20th century. നമുക്കൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ. ആഫ്രിക്കയുടെ മാപ്പാണ്. 1914 അമേരിക്കയുടെ മാപ്പാണ്, ആഫ്രിക്കയുടെ മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലായിട്ട് മനസ്സിലാവും അവിടെ മാപ്പിൽ കൊടുത്തിട്ടുള്ള അതിരുകൾ വളരെ ഷാർപ്പായിട്ട് ശരിക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോലെ തന്നെ. നോക്കിയാൽ ലിബിയ ആൻഡ് ഈജിപ്റ്റ് ശരിക്കും സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് വരച്ചിട്ടുള്ള പോലെയാണ് കാണുന്നത്. അതേപോലെ തന്നെ മിക്കവാറും ഒരുപാട് സ്ഥലങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കുക, ദ മാപ്പ് ഓഫ് ദി കോണ്ടിനെൻറ്റ് ഓഫ് ആഫ്രിക്ക ഇസ് ഗിവൺ. അപ്പോൾ ആഫ്രിക്ക വൻകരയുടെ മാപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ബൗണ്ടറീസ് ഓഫ് ആഫ്രിക്കൻ കൺട്രീസ്. അപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ബൗണ്ടറീസിൽ എന്ത് സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് കാണുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, യു വിൽ സീ ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ബോർഡർ ലൈൻസ് ആർ സ്ട്രെയിറ്റ്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ബോർഡർ ലൈൻസ് മിക്കവാറും എല്ലാതും സ്ട്രെയിറ്റ് ആയിട്ടാണ്, നല്ല ക്ലിയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോലത്തെയാണ് ഇതിൻ്റെ ബൗണ്ടറീസ് വരുന്നത് അല്ലെങ്കിൽ ബോർഡർ ലൈൻസ് വരുന്നത്. വൈ ഡു ദ ആഫ്രിക്കൻ കൺട്രീസ് ഷെയർ സ്ട്രെയിറ്റ് ബോർഡർ ലൈൻസ്? അപ്പോൾ എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ കൺട്രീസ് ശരിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോർഡർ ലൈൻസ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ? അപ്പോൾ അതിൻ്റെ റീസണാണ് പറയുന്നത്. ദ യൂറോപ്യൻസ്, നമ്മൾ ഒന്നാം ലോകമഹായുദ്ധം അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കിയുള്ള വിപ്ലവങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് വളരെ അവിഭാജ്യ ഘടകം ആയിട്ടുള്ള ഒരു സംഭവമാണ് യൂറോപ്യൻസ്. അവരാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദ യൂറോപ്യൻസ് ഹു റീച്ച്ഡ് ആഫ്രിക്ക ഇൻ സെർച്ച് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് പാർട്ടീഷൻ ദ കോണ്ടിനെൻറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ 20th സെഞ്ച്വറി. അപ്പോൾ യൂറോപ്യക്കാർ എവിടെയും എത്തി, ആഫ്രിക്കയിലും എത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടാണ്. അതായത് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാനായിട്ടാണ്. കൂടുതൽ പ്രകൃതി വിഭവങ്ങൾ കണ്ടെത്താനും അവ ചൂഷണം ചെയ്യാനും വേണ്ടിയാണ് നമ്മുടെ യൂറോപ്യൻസ് ആഫ്രിക്കയിലേക്ക് വന്നത്. അവരാണ് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ സമയത്ത്, അതായത് 20ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് അവർ ആഫ്രിക്കൻ വൻകരേനെ എന്ത് ചെയ്തു? പാർട്ടീഷൻ ചെയ്തു. എന്തിൻ്റെ ബേസിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് സം അഗ്രിമെൻറ്റ്സ് എമംഗ് ദ യൂറോപ്യൻ കൺട്രീസ് ദേ ഡിവൈഡഡ് ദ ആഫ്രിക്കൻ നേഷൻസ് എമംഗ്സ്റ്റ് ദംസെൽസ് ബൈ ജസ്റ്റ് ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻസ് ഓൺ ദ മാപ്പ്. അപ്പോൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? അവർ ജസ്റ്റ് ചില ഉടമ്പടിയൊക്കെ അവർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ശരിക്കും സ്ട്രെയിറ്റ് ലൈൻസ് മാപ്പിൽ വരച്ചിട്ടാണ് അവർ ആ വൻകരയെ ഡിവൈഡ് ചെയ്തത്. Why did the European nations partition Africa? എന്തിനു വേണ്ടിയിട്ടാണ് യൂറോപ്യൻസ് ആഫ്രിക്കയെ പാർട്ടീഷൻ ചെയ്തത്? This is a part of exploitation of resources by the European countries. അപ്പോൾ തീർച്ചയായിട്ടും പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. സിമിലർ പ്രോസസ് occurred in other parts of the world. അങ്ങനെ ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഇങ്ങനെ യൂറോപ്യൻസ് വന്നിട്ട് പാർട്ടീഷൻ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റും നമ്മുടെ ഇന്ത്യയിലും യൂറോപ്യൻസ് വന്നിട്ടാണ് നമ്മളെ ഭരിച്ചിരുന്നത്. നമ്മൾ ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് അതും യൂറോപ്യൻസ് തന്നെയാണ്. ഓക്കെ, ഇനി പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ടു ഇംപീരിയലിസം. In the previous classes, we have discussed the Industrial Revolution that began in the 18th century. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം എന്നൊക്കെ പറയുന്നത്. 18ാം നൂറ്റാണ്ടിലാണ് വ്യവസായ വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത്. 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതും നമ്മൾ പ്രിൻറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചതും അതുപോലെ തന്നെ ഒരുപാട് മെഷീൻസ് കണ്ടുപിടിച്ച ഒരു സമയമായിരുന്നു 18ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഗ്രാജുവലി സ്പ്രെഡ് ഫ്രം ഇംഗ്ലണ്ട് ടു അതർ കൺട്രീസ് ഓഫ് യൂറോപ്പ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് തുടങ്ങുകയും മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലേക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, വ്യാപിക്കുക നമ്മൾ വേർഡ് പഠിച്ചിരുന്നു, പ്രൊപ്പഗേഷൻ ആണ് കേട്ടോ. പ്രൊപ്പഗേറ്റ്, വ്യാപിക്കുക, പ്രചരിക്കുക എന്നൊക്കെ പറയാം. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ഫാക്ടറീസ് ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. അങ്ങനെ ക്യാപിറ്റലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലധനം നിക്ഷേപിക്കുന്ന ആളുകളെയാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. മൂലധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പണം ഒരു
വ്യവസായത്തിൽ ഇറക്കുന്ന ആളിനെയാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റുകാർ എന്ത് ചെയ്തു, അവർ ഈ പണം മുടക്കുന്ന ആളുകൾ എന്ത് ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് ഫാക്ടറീസിൽ അവർ പണം ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ഷൻ കൂടി, ആ ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ ഉൽപ്പാദനം കൂടി. തീർച്ചയായിട്ടും ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ വരുമാനം കൂടേണ്ടതാണ്. ദിസ് ഇൻക്രീസ്ഡ് ദെയർ പ്രോഫിറ്റ്. അപ്പോൾ എന്താണ്, ഉൽപ്പാദനം കൂടിയ സമയത്ത് തീർച്ചയായിട്ടും അവരുടെ വരുമാനം കൂടി. The economic system in which production and distribution are controlled by the capitalists with the aim to increase profit is known as capitalism. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എന്താണ്? ദ എക്കണോമിക് സിസ്റ്റം, ഒരു സാമ്പത്തിക പരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ്. ഉൽപ്പാദനവും വിതരണവും കൺട്രോൾ ചെയ്തിരുന്നത് ക്യാപിറ്റലിസ്റ്റ് ആണ്. ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പണം മുടക്കുന്ന ആളുകളാണ് ഇത് കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, ഉൽപ്പാദനവും ഡിസ്ട്രിബ്യൂഷനൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് ഈ പണം മുടക്കുന്ന ആളുകളാണ്. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അവരുടെ ലക്ഷ്യം തീർച്ചയായിട്ടും പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരുടെ വരുമാനം കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ചെയ്ത ഒരു സംഭവത്തിനാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ദി അഡ്വെൻറ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എൻഹാൻസ്ഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ ഒരുപാട് ലാർജ് സ്കെയിൽ വൻകിട വ്യവസായ സംരംഭശാലകളൊക്കെ വന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന സംരംഭകർ അല്ലെന്നുണ്ടെങ്കിൽ സംരംഭകരല്ല, ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിസ്റ്റ് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഈ എല്ലാ ഫാക്ടറികളിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. മെനി നേഷൻസ് പ്രൊഡ്യൂസ്ഡ് മോർ ദാൻ ദേ നീഡഡ് ആൻഡ് മോർ ദാൻ ദേ കുഡ് അക്കോമഡേറ്റ് ഇൻ ദെയർ ഡൊമസ്റ്റിക് മാർക്കറ്റ്സ്. അങ്ങനെ ഉൽപ്പാദനം കൂടിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഉൽപ്പാദനം കൂടി. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് വിൽക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ, അതായത് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്. ഒരു രാജ്യത്ത് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി. ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ആ മാർക്കറ്റിൽ ഈ സാധനങ്ങൾ വിറ്റ് തീരില്ല. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിച്ച് നോക്കുക, നിങ്ങൾ വീട്ടിലെ അമ്മ ഒരു 4 പേരുള്ള ഒരു കുടുംബമാണെന്ന് വിചാരിക്കുക. അവിടെ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 10 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഴിക്കാം. അമ്മ എന്ത് ചെയ്തു, ഒരു 60 ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് വെച്ചോ, കഴിക്കാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ആ വീട്ടിൽ എന്തായാലും ഇത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അല്ലാതെ വേറെ വഴിയില്ല. കാരണം അവർക്ക് ഇത്രത്തോളം സംഭവം ആവശ്യമില്ല. ആ രീതിയിൽ വന്നു തുടങ്ങി. പ്രൊഡക്ഷൻ, ഉൽപ്പാദനം വളരെയധികം കൂടി. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ എന്ത് ചെയ്യും എന്നറിയാത്ത ഒരു അവസ്ഥയുണ്ടായി. ഇത് പ്രൊഡക്ട്സ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റ് ചെയ്യാം, വിൽക്കാം. പക്ഷേ ആ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവരുടെ സ്ഥലത്ത് വിൽക്കാനുള്ള ഒരു ഇതില്ല. കാരണം എല്ലായിടത്തേക്കും സംഭവങ്ങൾ എത്തിക്കഴിഞ്ഞു, എല്ലാ സാധനങ്ങളും എല്ലായിടത്തും എത്തി. ഇനിയും സാധനങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യേണ്ടി വരും? വേറെ മാർക്കറ്റ് തേടി പോകേണ്ടി വരും. ദിസ് ഓവർ പ്രൊഡക്ഷൻ ഫോഴ്സ്ഡ് ദം ടു സെർച്ച് ഫോർ മാർക്കറ്റ്സ്. അങ്ങനെ ഒരുപാട് പ്രൊഡക്ഷൻ കൂടിയ സമയത്ത് ഇവർ പുതിയ മാർക്കറ്റിന് വേണ്ടിയിട്ട്, പുതിയ ഈ സാധനങ്ങൾ വിൽക്കുന്നതിനായിട്ട് പുതിയ രാജ്യങ്ങളൊക്കെ തേടിയിട്ട് പോകാനായിട്ട് തുടങ്ങി. ദ സെർച്ച് ഓഫ് മാർക്കറ്റ്സ് ബൈ ദ ഇൻഡസ്ട്രിയലിസ്റ്റ് കൺട്രീസ് ഇൻ യൂറോപ്പ് ലെഡ് ടു ദ കോമ്പറ്റീഷൻ എമംഗ് ദം. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ എന്ന് പറയുമ്പോൾ യൂറോപ്പ് ഒരു വൻകരയാണ് എന്ന് നമുക്കറിയാം, ഒരു ഭൂഖണ്ഡമാണ് എന്ന് നമുക്കറിയാം. ആ ഭൂഖണ്ഡത്തിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഏത് വൻകരയിലാണ്? ഏഷ്യയിലാണ്. അതുപോലെ തന്നെ യൂറോപ്പ് എന്ന് പറയുന്ന വൻകരയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു? ഇപ്പോൾ ഒരു കിടമത്സരം ഉണ്ടാവും. കിടമത്സരം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ വേറെ ടീം, ഇപ്പോൾ ഞാനൊരു മൊബൈൽ കമ്പനി നടത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ മാർക്കറ്റിൽ എത്തിക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിനും ഡിമാൻഡ് ഉണ്ടെങ്കിൽ, ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ഈ സംഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വേറെ ആളുകൾ എന്ത് ചെയ്യും? അവരും ഇത്തരത്തിൽ മൊബൈൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അവരുടെ ബ്രാൻഡ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കും. പക്ഷേ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രാൻഡ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചിലവാക്കാൻ നോക്കുന്ന സമയത്ത് മറ്റുള്ള ബ്രാൻഡുകൾ, മറ്റുള്ള കമ്പനീസ് എന്ത് ചെയ്യും? അവരും ഇതേപോലെ തന്നെ ഒരു മത്സരം ഉണ്ടാവും. ഞങ്ങൾ തമ്മിലൊരു മത്സരം ഉണ്ടാവും. ഇതിനാണ് കിടമത്സരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെയും മത്സരം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. Okay, the Europeans had already established a trade relationship with the Asian, African and Latin American nations. Okay, അപ്പോൾ യൂറോപ്യക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓൾറെഡി ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളുമായിട്ട് ഉടമ്പടികൾ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു.
using political power and military forces. The European countries economically exploited these nations. അങ്ങനെ ഈ പറയുന്ന യൂറോപ്യക്കാരെന്ത് ചെയ്തു? പൊളിറ്റിക്കൽ പവർ എന്ന് പറഞ്ഞ രാഷ്ട്രീയ സ്വാധീനവും അതുപോലെ തന്നെ മിലിറ്ററി ഫോഴ്സസ് സൈനിക ശക്തിയും ഉപയോഗിച്ചിട്ട് സാമ്പത്തികപരമായിട്ട് ഈ രാജ്യങ്ങളെ, ഈ പറഞ്ഞ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങി. ഏഷ്യൻ രാജ്യങ്ങളിൽ പെടുന്നതാണ് നമ്മുടെ ഇന്ത്യയും. അപ്പോൾ നമ്മളെയൊക്കെ ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങി. ലേറ്റർ, അതിനുശേഷം ദേ ബിക്കെയിം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് കോളനൈസേഷൻ. അതിനുശേഷം യൂറോപ്യക്കാരെന്ത് ചെയ്തു? എല്ലാ രാജ്യങ്ങളിലും, മിക്ക രാജ്യങ്ങളിലും അവരുടെ കോളനീസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. കോളനി നമ്മൾ മുന്നേ പഠിച്ചിരുന്നു, മെർക്കൻറ്റിലിസം ലോസ്, അതേപോലെ തന്നെ കോളനികൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇതിനെ പറയുന്നതാണ് കോളനൈസേഷൻ. ട്രേഡ് യൂണിയൻസ് വെർ ഫോംഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അങ്ങനെ എന്തുണ്ടായി? ട്രേഡ് യൂണിയൻ നമുക്ക് അറിയാൻ പറ്റും. CITU എന്ന് പറയുന്ന നമ്മൾ കേരളത്തിലുള്ള ഒരു ട്രേഡ് യൂണിയനാണ്. ചുമട്ട് തൊഴിലാളി യൂണിയനോ അങ്ങനെ എന്തോ അല്ലേ, CITU. അതേപോലെ തന്നെ ഒരുപാട് യൂണിയൻസ് ഉണ്ട്, ട്രേഡ് യൂണിയൻസ് ഉണ്ട്. ട്രേഡ് എന്ന് പറയുന്ന നമ്മൾ വ്യവസായം അല്ലെങ്കിൽ വ്യാപാര വ്യവസായ ശാലകൾ, അവരുടെ ആളുകളൊക്കെ നടത്തുന്ന സംഭവത്തിനാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് യൂണിയൻസ് വെർ ഫോംഡ് ടു പ്രൊട്ടസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊട്ടസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എതിർക്കുക അല്ലെങ്കിൽ പ്രതിഷേധിക്കാനായിട്ടാണ്. എഗെയിൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ക്യാപിറ്റലിസ്റ്റിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ചൂഷണത്തെ എതിർക്കാനായിട്ട് ഒരുപാട് ട്രേഡ് യൂണിയൻസ് നിലവിൽ വന്നു. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് agitation of trade unions and the resultant increase in their wages diminished the profit of the capitalist. അങ്ങനെ എന്തുണ്ടായി? ഒരുപാട് കാലം ട്രേഡ് യൂണിയൻസ് സമരം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് ഇവരുടെ വരുമാനത്തെ കുറച്ചു, പ്രോഫിറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞുപോയി. അതുമാത്രമല്ല, ഈ ട്രേഡ് യൂണിയൻ സമരം ചെയ്തത് എന്തിനായിരുന്നു? ഈ പറയുന്ന ജോലിക്കാരുടെ വേജ്, ശമ്പളം അല്ലെങ്കിൽ കൂലി കൂട്ടാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഇവർ സമരം ചെയ്തിരുന്നത്. അങ്ങനെ കൂലിയൊക്കെ കൂട്ടി കൊടുത്ത സമയത്ത് ക്യാപിറ്റലിസ്റ്റിൻ്റെ വരുമാനം വളരെയധികം കുറഞ്ഞു. European countries had considered the colonies as the source of raw materials and the market for their industrial products. അപ്പോൾ അവരെന്താ ചെയ്തത്? യൂറോപ്യൻ കൺട്രീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനികളെ കണ്ടിരുന്നത് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള അവശ്യ വസ്തുക്കൾ കണ്ടെത്താനും അവ എടുക്കാനും അതുപോലെ തന്നെ അവിടെ തന്നെ ഉൽപ്പാദനം നടത്തിയിട്ട് അവിടെ തന്നെ വിൽക്കാനുമായിട്ടുള്ള ഒരു സംഭവമാണ് അവർ കണ്ടിരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊരു സോപ്പ് കമ്പനി തുടങ്ങണം. അപ്പോൾ ഞാൻ സോപ്പ് കമ്പനി തുടങ്ങാനായിട്ട് ഒരു സ്ഥലത്ത് കമ്പനി, വേറൊരു സ്ഥലത്ത് റോ മെറ്റീരിയൽസ്, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കണം. അപ്പോൾ ഒരുപാട് എനിക്ക് പൈസ ചിലവാണ്. പക്ഷേ എനിക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് തന്നെ കിട്ടുകയും അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ അവിടെ തന്നെ വിൽക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. എനിക്ക് ചിലവ് കുറവാണ്. ഓക്കെ, ഇതാണ് ആ ഒരു മെത്തേഡ്. അപ്പോൾ യൂറോപ്യൻസ് കോളനികളെ കണ്ടത് ഈ പറയുന്ന അവശ്യ വസ്തുക്കൾ എടുക്കാനും അവിടെ തന്നെ പ്രൊഡക്ഷൻ നടത്താനും അവിടെ തന്നെ വിൽക്കാനുമുള്ള സ്ഥലങ്ങളായിട്ടാണ്. ലേറ്റർ ഓൺ കൊളോണിയൽ മാസ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ കോളനീസ്. അങ്ങനെ അവസാനം ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്തു? കൊളോണിയൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്തു? കോളനികളിൽ നിക്ഷേപം നടത്താനായിട്ട് തുടങ്ങി. ലെറ്റ് us find the factors that induced them to do so. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയാം. ചീപ്പ് ലേബർ, കാരണം അവിടെ ലേബർ വളരെ ചീപ്പായിട്ട് കിട്ടുന്നതാണ്. അതായത് ജോലിക്കാർ വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് ജോലിക്കാരെ കിട്ടും. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ടുള്ള അവശ്യ വസ്തുക്കൾ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. ലോ കോസ്റ്റ് ഇൻവോൾവ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. കോളനികളിൽ തന്നെ ഈ പറയുന്ന റോ മെറ്റീരിയൽസ് എടുക്കുകയും അവിടെ തന്നെ ഉൽപ്പാദനം നടത്തുകയും അവിടെ തന്നെ വിതരണം ചെയ്യുകയും അല്ലെങ്കിൽ കച്ചവടം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവർക്ക് വളരെ ലോ കോസ്റ്റാണ് വരുന്നത്. അപ്പോൾ അതും ഒക്കെ ഇവിടുന്ന് ഈ കോളനികളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ഇതൊക്കെ സ്വാധീനിച്ചു. The distinctive phase of flow of financial capital of colonies is known as imperialism, imposing a nation's political, economic and cultural dominance on other nation is fundamental feature of imperialism. ഇനി പറയുന്നത് ഇംപീരിയലിസത്തെ കുറിച്ചാണ്. ഇംപീരിയലിസം എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുമുള്ള ഡോമിനൻസ്, ആധിപത്യം സ്ഥാപിക്കുന്നതിനെയാണ് നമ്മൾ ഇംപീരിയലിസം എന്ന് പറയുന്നത്.
അങ്ങനെ അവിടെ ഇമ്പീരിയലിസം എന്ന് പറയുന്ന ഒരു മെത്തേഡ് വന്നു. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഇന്ത്യ എന്നുള്ള രാജ്യം നമ്മുടെ സ്വന്തമായിരുന്നു. ആ സമയത്താണ് ബ്രിട്ടീഷുകാർ വന്നത്. ബ്രിട്ടീഷുകാർ വന്നിട്ട് ബ്രിട്ടീഷുകാർ അവരുടെ മിലിറ്ററി ഫോഴ്സ് യൂസ് ചെയ്തു. അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചു. അതുപോലെ തന്നെ സംസ്കാരം, ഒരുപാട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഇതിനാണ് ശരിക്കും ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. Colonialists imposed their dominance using legal system, administrative measures, military force, etc. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഇവർ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം വന്നിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിനെയാണ് നമ്മൾ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഹൗ ഡിഡ് ഇമ്പീരിയലിസം അഫക്ട് ദ കോളനീസ്? എങ്ങനെയാണ് ഇമ്പീരിയലിസം കോളനീസിനെ അഫക്റ്റ് ചെയ്യുന്നത്? ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദി കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. അവിടെ ട്രഡീഷണലായിട്ട് ഒരു പാരമ്പര്യമായിട്ട് തുടർന്നു പോകുന്ന ഒരു സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഈ കോളനീസ്. അതൊക്കെ തകർക്കപ്പെട്ടു. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വെർ റീപ്ലേസ്ഡ്. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഭരണ സമ്പ്രദായമൊക്കെ മാറ്റിമറിക്കപ്പെട്ടു. പീപ്പിൾ ഇൻ കോളനീസ് വെർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഇൻ ലീവ് ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്. അപ്പോൾ സാധാരണ ഈ കോളനികളിൽ കൃഷി ചെയ്തിരുന്നത് ഭക്ഷ്യധാന്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഭക്ഷ്യവിളകളൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത്. അതിന് പകരമായിട്ട് നാണ്യവിളകൾ, അതായത് ഭക്ഷണത്തിനല്ല പൈസയ്ക്കായിട്ട്, ഇപ്പോൾ റബ്ബർ നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല, പക്ഷേ ഒരുപാട് പൈസ നേടിത്തരുന്ന ഒരു സംഭവമാണ് റബ്ബർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഭക്ഷ്യവിളകൾക്ക് പകരം, അതായത് നെല്ല്, ഗോതമ്പ്, ഇതിനൊക്കെ പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ കോളനിക്കാർ നിർബന്ധിതരായി. പിന്നെ പറയുന്നത് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്ഡ്. ദാരിദ്ര്യവും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. നാച്ചുറൽ റിസോഴ്സസ് വെർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. പ്രകൃതി വിഭവങ്ങൾ ഒരുപാട് കൊള്ളയടിക്കപ്പെട്ടു അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ടു. ഇൻഡിജിനിയസ് ആർട്ട്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെർ ഡിസ്ട്രോയിഡ്. അങ്ങനെ അവിടുത്തെ കല, സംസ്കാരം, അതുപോലെ തന്നെ സാഹിത്യം, ഭാഷ എല്ലാം തകർക്കപ്പെട്ടു. Okay, so competition and conflict among imperialist nations for colonies and markets led to the outbreak of wars. അങ്ങനെ നമ്മൾ പറഞ്ഞു, മെയിനായിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞതാണ് ക്യാപിറ്റലിസ്റ്റ് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഫാക്ടറികളിൽ ക്യാപിറ്റലിസ്റ്റുകൾ പൈസ ഇടാനായിട്ട് തുടങ്ങിയപ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ അവർ മൂലധനം നിക്ഷേപിക്കാൻ തുടങ്ങിയ സമയത്ത് അവരുടെ ഉൽപ്പാദനം വളരെയധികം കൂടുകയും ഒരു രാജ്യത്ത് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വസ്തുക്കൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ വസ്തുക്കൾ വിറ്റഴിക്കാനായിട്ട് പുതിയ സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നോക്കുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഒരു കിടമത്സരം ഉണ്ടാവുകയും ഇതാണ് ഒരു യുദ്ധത്തിലേക്കൊക്കെ നയിച്ചത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുവരെ പറയുന്നത്. ആൻഡ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചിട്ടാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത്. സോ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.